ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ്. ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് കൂടുതൽ വിശാലമാക്കി സംസ്ഥാന സർക്കാർ. ഇനി മുതൽ ജില്ലയിൽ മാത്രമല്ല കേരളം മുഴുവനോടാം. ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഓട്ടോറിക്ഷകൾക്ക് ഇനി സംസ്ഥാനത്തുടനീളം സർവീസ് നടത്താൻ സാധിക്കും. മുമ്പ് ജില്ലയിലെ മാത്രം ഓട്ടത്തിന് അനുവദിക്കുന്നതായിരുന്നു ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ്. ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. മുമ്പുണ്ടായിരുന്ന നിർദ്ദേശമനുസരിച്ച് ജില്ലയ്ക്ക് പുറത്ത് 20 കിലോമീറ്റർ മാത്രം ഓടുവാനുള്ള അനുമതിയാണ് ഓട്ടോറിക്ഷകൾക്ക് ഉണ്ടായിരുന്നത്. ദീർഘദൂര യാത്ര ചെയ്യുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്തായിരുന്നു ഈ നിയന്ത്രണം എന്നാണ് വിലയിരുത്തൽ. എന്നാൽ അപകട നിരക്ക് ഉയരുമെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള മുന്നറിയിപ്പ് മറികടന്നാണ് ഇപ്പോൾ സംസ്ഥാന പെർമിറ്റ് നൽകിയിട്ടുള്ളത്. ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് പെർമിറ്റ് സംവിധാനത്തിൽ മാറ്റം വരിക. സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലുള്ള തൊഴിലാളികൾക്ക് ആ പഞ്ചായത്തിനെ ആശ്രയിച്ച് മറ്റ് ജില്ലകളെ ആശ്രയിച്ച് അവിടെ ജോലി ചെയ്യാൻ പോകാനും, ഉദാഹരണം നമുക്കിവിടെ തൊട്ടടുത്ത് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഭാഗത്തേക്ക് ട്രിപ്പ് പോകണമെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോകണമെങ്കിൽ നമുക്കത് സാധിക്കും. അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളം, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ആൾക്കാർക്ക് വണ്ടി കൊണ്ട് പോകണമെങ്കിൽ അതൊരു സഹായം തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ് പെർമിറ്റ് ആക്കുന്നതിൻ്റെ മറവിൽ വേറെ ഗൂഢ ഉദ്ദേശമുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഇപ്പോൾ പെട്ടെന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ ടാക്സ് വർധനവ്, അതുപോലെ തന്നെ പെർമിറ്റ് ചാർജ് വർധനവ് തുടങ്ങിയ നമ്മുടെ തൊഴിലാളികളുടെ മേലെ നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം കൂടിയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലാളി സംഘടന നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ എതിർക്കുക തന്നെ ചെയ്യും. പെർമിറ്റിൽ പുതിയ ഇളവുകൾ ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷകൾ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്റ്റർ ചെയ്യണം. സ്റ്റേറ്റ് പെർമിറ്റിൽ യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റോഡുകളിൽ ഓട്ടോറിക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. അതിവേഗ പാതകളിലും മറ്റു വാഹനങ്ങൾ വേഗത്തിൽ കടന്നുപോകുമ്പോഴുള്ള അപകട സാധ്യത കണക്കിലെടുത്താണ് സംസ്ഥാന പെർമിറ്റ് ഇതുവരെ അനുവദിക്കാതിരുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.